സോ ബോയ്സിൻ്റെ ഫിനാലെ ഇന്ന് റിലീസായി. അതിൻ്റെ ഫൈനൽ എപ്പിസോഡ് കഴിഞ്ഞു. ഈ പരിപാടി തീർന്നു. നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് സൂപ്പർ ഹീറോ സീരീസ് ആയിരുന്നു. പക്ഷേ സീസൺ 5 വാസ് ഓവറോൾ വെരി ലോ കമ്പയർഡ് ടു ബാക്കിയുള്ള സീസണുകൾ വെച്ച്. ഫസ്റ്റ് ആദ്യത്തെ 3 സീസണുകൾ ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 4 സീസൺ ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ സീസൺ 5 പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. ഫിനാലെ മാത്രം അതിൽ കുറച്ച് പോർഷൻസ് നല്ല അടിപൊളിയായിട്ട് സ്റ്റേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ആ ഒരു സീസൺ 5 മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ലെറ്റ് ഡൗൺ തന്നെയാണ്. കാരണം ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവർക്ക് ഒരു എപ്പിസോഡിലൊക്കെ തീർക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇവർ ഈ വലിച്ച് നീട്ടിയിട്ട് ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും ഓരോ ആഴ്ച കഴിയുമ്പോഴും ഇപ്പം എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞിട്ട് വെറുതെ കുറേ എപ്പിസോഡ് ആ ഒരു മോഡിലായിരുന്നു സീസൺ 5 മുഴുവനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫിനാലിയിൽ ഒരു ഒറ്റ എപ്പിസോഡിൽ ഇവർ എന്തൊക്കെ കാണിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ പെട്ടെന്ന് തീർന്നു. ഈ സാധനം ഒന്നുമില്ല പ്രത്യേകിച്ച്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇവൻ്റ് വെച്ചിട്ടാണ് ഇവർ ഈ സാധനം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ സ്റ്റേജിങ് ഈ പറഞ്ഞ പോലെ അത് ഇങ്ങോട്ടാണെന്നുള്ളതൊക്കെ നമുക്ക് നേരത്തെ ഏകദേശമൊക്കെ മനസ്സിലായി. സോ ഈ ഒരു ഒറ്റ സാധനത്തിൽ ഇവർ ഈ കുഞ്ഞ് ടൈമിലേക്ക് ചെയ്ത് എന്നെ സംബന്ധിച്ച് വലിയ അത്ര സാറ്റിസ്ഫൈങ് സാധനമായിട്ട് തോന്നിയില്ല. കുറേയും കൂടി ഒരു ആക്ഷൻ ബാക്ക് നല്ല പ്രോപ്പറായിട്ടുള്ളൊരു ആക്ഷൻ ഇതിലുണ്ട്. ആ ഒരു കോൺഫ്രൺട്രേഷൻ അടിപൊളിയായിരുന്നു. പക്ഷെ അതിലേക്കുള്ളൊരു ബിൽഡപ്പ് ഉണ്ടല്ലോ. ഈവൻ ഇതിൻ്റെ പോസ്റ്റർ അടക്കം ഇതിന് മുമ്പ് പുറത്തിറങ്ങിയതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടല്ലോ. അതിനെ ഫുൾഫിൽ ചെയ്യുന്നൊരു സാധനമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇപ്പോൾ വേണമെങ്കിൽ ക്യാരക്ടർ സ്റ്റഡിയും ക്യാരക്ടർ ഡൈനാമിക്സ് ആ ക്യാരക്ടറിൻ്റെ ആർക്ക് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ ഈ സീസൺ 5 മറ്റേ ട്രെയിൻ്റെ ഒരു ആർക്ക് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് പ്രോപ്പറായിട്ട് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ബുച്ചറിൻ്റെ ആർക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വൈസ് ഓക്കെ ഒരു പ്രോപ്പർ എൻഡിങ് എന്നൊക്കെ പറയുമെങ്കിലും ഒരു ഒരു സൂപ്പർ ഹീറോ സീരീസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആക്ഷൻ ബാക്ക്ഡ് ഫിനാലെ അല്ല ഇതിനുള്ളത്. ഒരു ചെറിയൊരു ആക്ഷൻ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹോംലാൻഡറിനെ പോലെയുള്ള അത്രയും വലിയൊരു പക്ഷേ ആ സാധനം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ മേക്കിംഗ് ആ ഒരു ആക്ഷൻ ബ്ലോക്കിൻ്റെ മേക്കിംഗ് ഗംഭീരം. അത് എന്താ പറയുക ഈ സീസണിൽ വേറൊന്നും കിട്ടിയില്ല പ്രത്യേകിച്ച്. പക്ഷേ അത് അടിപൊളിയായിട്ട് ആ ഒരു കുറച്ച് സമയം പക്ഷേ അത് കുറച്ച് നേരമേ ഉള്ളൂ. നമുക്കിങ്ങനെ നമ്മൾ പറയാറില്ലേ കുറച്ച് സാധനം നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട് വരുമ്പോഴേക്കും അത് തീർന്നു പോകുന്നു. ആ ഒരു സെറ്റപ്പാണ്. നമ്മളിങ്ങനെ ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും പരിപാടി തീർക്കും. ഇത് ഇവർക്ക് ഇങ്ങനെ കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്ത് കുറേ കൂടി ക്യാരക്ടേഴ്സിനൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു ഗ്രാൻഡിയർ സാധനമൊക്കെ ആയിട്ട് മാറ്റായിരുന്നു. ഇതിനെങ്ങനെ പോയാലും ഒരു ഡിവൈഡഡ് ഫാൻ ബേസ് ആയിരിക്കും ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. മിക്കതും ഒരു 90% ആൾക്കാർക്ക് ഈ ഒരു ഫിനാലെ പറ്റുന്നുണ്ടാവില്ല. വളരെ മിനിമലായിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും അതിനെ ഡിഫെൻഡ് ചെയ്ത് പറയുക. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന ഒട്ടുമിക്ക എല്ലാ സീരീസുകൾക്കും ഈ പ്രശ്നമുണ്ട്. ഫിനാലെ കൊണ്ട് കൊളാക്കി എന്നൊക്കെ പറയുന്ന പരിപാടി ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ ബോയ്സൊക്കെ ഓൾറെഡി ഉള്ളൊരു സാധനമാണ്. അതായത് കോമിക് ബുക്ക് ഉണ്ട്, അതിൻ്റെ അഡാപ്റ്റേഷനാണ്. സോ എന്നിട്ട് പോലും ഐ തിങ്ക് എനിക്കറിയില്ല അത് കമ്പയർ ചെയ്ത് എങ്ങനെയായിരിക്കും പരിപാടി എന്നുള്ളതൊക്കെ ഇനി വരുള്ളൂ. ഇനിയിപ്പോൾ കോമിക്സിൽ ഇങ്ങനെയാണോ ഇതിൻ്റെ എൻഡിങ്, ഇത് തന്നെയാണോ പ്രോപ്പർ എൻഡിങ് എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ കണ്ടു തന്നെ അറിയണം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ഓക്കെ മോഡിലുള്ളവർ അങ്ങോട്ടും ഇല്ല. എനിക്ക് ഒരുപാട് മോശമായിട്ട് തോന്നിയില്ല, ഒരുപാട് നന്നായിട്ട് തോന്നിയില്ല. പക്ഷേ ആ ഒരു ആക്ഷൻ ബ്ലോക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല, അതിങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ സ്റ്റിൽ കുറേ കൂടി ഞാൻ പ്രതീക്ഷിച്ച സാധനം എനിക്ക് കിട്ടിയത് ഇതുപോലെ ആയിരിക്കില്ല പലർക്കും. ബോയ്സ് എന്നുള്ളത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സീരീസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കുറേ കാലമായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് പ്രീ കോവിഡ് കോവിഡിനൊക്കെ മുമ്പേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഐ തിങ്ക് നമ്മൾ കുറച്ച് സീരീസുകൾ മാത്രമാണ് ഇതേപോലെ റിട്ടേൺ ആക്കിയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഗ്രോസർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ അവർക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിക്കൊണ്ടിരുന്ന സ്ട്രേഞ്ചർ തിങ്സ് ആയിരുന്നു. അത് കൊല്ലം കഴിഞ്ഞു. അതേപോലെ തന്നെ ആമസോൺ പ്രൈമിന് ഐ തിങ്ക് ബോയ്സ് ആയിരുന്നു. പിന്നെ HBO മാക്സിന് നമുക്കറിയാം, അല്ലെങ്കിൽ HBOയ്ക്ക് ഗെയിം ഓഫ് ത്രോൺസും അവരതിങ്ങനെ ബാക്കി ഹൗസ് ഓഫ് ഡ്രാഗണൊക്കെ ആയിട്ട് അവരിങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ തേങ്ങയിൽ ഈ ബോയ്സിൻ്റെ സ്പിൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ജെൻവി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇവർ ക്യാൻസൽ ചെയ്തു. പിന്നെ എന്ത് തേങ്ങയാണ്. ഐ തിങ്ക് ഞാൻ വിചാരിച്ചത് ഈ ബോയ്സിൻ്റെ ഈ സീസൺ 5 ഒക്കെ വരുമ്പോൾ അവർ ക്യാരക്ടേഴ്സിനെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, അത് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ യൂസ്ലെസ് ആയിട്ടുള്ള 2 സീസൺ. പക്ഷേ ആ സാധനം കുഴപ്പമില്ലാത്തൊരു ഐറ്റായിരുന്നു. ഈ ജെൻവി എന്നുള്ളത് നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അതിൻ്റെ ആക്ച്വലി ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണൊക്കെ ആക്ച്വലി നല്ലത് തന്നെയായിരുന്നു. പിന്നെ എന്ത് തേങ്ങയാണ് അവർ ക്യാൻസൽ ചെയ്യുന്നത് അറിയില്ല. പിന്നെ എന്തിനാണ് ഇവർ ഇത് ഉണ്ടാക്കിയെന്ന് അറിയില്ല. അതിനെ കൊണ്ടുവരുന്നത് അതിൻ്റെ ഗ്ലിംസും കംപ്ലീറ്റ്ലി വേസ്റ്റഡ് ആയിട്ട് കളഞ്ഞ ഒരു പൊട്ടൻഷ്യലായിരുന്നു ജെൻവി. ഐ തിങ്ക് ഞാനൊക്കെ പ്രതീക്ഷിച്ചു ഇത് കഴിഞ്ഞിട്ട് ഇനി ജെൻവി വെച്ചിട്ടായിരിക്കും ഇവനെ കണ്ടിന്യൂ ചെയ്ത് പോകുക. ആ ഒരു ന്യൂ ജനറേഷൻ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഈ മറ്റേ നമ്മുടെ ആ ഒരു സോംബി സാധനം ഉണ്ടല്ലോ, കുറേ ഇങ്ങനെ ഫ്രാഞ്ചൈസ് പോലെ ഇങ്ങനെ പോകുന്നത്, അതേപോലെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ സാധനം ഇവിടെ തീർന്നു. ഇനി അടുത്തത് എന്താണ്, ഇത് വെച്ചിട്ട് ബേസ് ചെയ്ത് വേറെന്തെങ്കിലും വരാനുണ്ടോ ഒന്നും അറിയില്ല. പക്ഷേ ഫിനാലെ കൊണ്ട് ഒരുമാതിരി, അല്ലെങ്കിൽ ഫൈനൽ സീസൺ തന്നെ മൊത്തത്തിൽ ഒരു ലെറ്റ് ഡൗൺ ആണ്. പ്രത്യേകിച്ച് വേറൊന്നും ഈ സീസൺ ഫിനാലയിൽ നടക്കാനില്ലാത്തത് കൊണ്ട് എങ്ങനെയൊക്കെ കൊണ്ട് തീർത്ത പോലെ ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ സീസൺ 5 കണ്ടവരുണ്ടെങ്കിൽ ഈ ടോട്ടൽ സീസണെ പറ്റിയിട്ടുള്ളതും ഫിനാലെ പറ്റിയുള്ളതും നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.